ആടുതോമ. ആ ആടുതോമ എന്നുള്ള കഥാപാത്രം നമ്മൾ കണ്ടപ്പോൾ എന്താ സംഭവം? ലാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അതായത് ഇങ്ങനെ ഒരു ചെറിയൊരു മുണ്ടെടുത്ത് ആ മുണ്ടിനടി കൂടെ കാണുന്ന ഷെഡ്ഡി പോലെ മുണ്ട് കാണുന്നു, അത് ചുവപ്പ് ഷർട്ടിട്ട് റൈബാൻ കണ്ണട വെച്ച് തോളി ഒന്ന് ചിരിച്ചിട്ട് ഒരു ശരിക്കും മോഹൻലാൽ കൾട്ട് എന്ന് പറയാവുന്ന പ്രത്യേക കഥാപാത്രം. ആ കഥാപാത്രത്തിനൊപ്പം ഒരു കഥാപാത്രം മാത്രം വിജയിച്ചാൽ പോരല്ലോ, ആ കഥാപാത്രം തിലകൻ്റെ അച്ഛൻ്റെ കഥാപാത്രം, സ്കൂൾ മാഷായ അച്ഛൻ്റെ കഥാപാത്രം നിൽക്കുമോ? അവിടെയും മത്സരിക്കുന്നു. ഇപ്പുറത്ത് KPS ലളിതയും മോഹൻലാലും ഒപ്പുനിൽക്കുന്നു. അതേപോലെ തന്നെ നെടുമുടി വേണു മോഹൻലാൽ നിൽക്കുന്നു. നെടുമുടി വേണു നിൽക്കും, വേറൊരു ഉർവശിയും മോഹൻലാലും നിൽക്കുന്നു. കരമന ജനാർദ്ദനമായി വരുന്നു. ഇങ്ങനെ സിൽക്ക് സ്മൃതിയായി വരുന്നു. ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളും മോഹൻലാലിൻ്റെ വിജയ കഥാപാത്രത്തിൻ്റെ ഒപ്പം തന്നെ പാരലായി നിൽക്കുന്ന കഥാപാത്രം ഉണ്ടെന്ന് അറിയിക്കണം. അങ്ങനെ അഭിനയിച്ച് കയറി ഇല്ലേ? ആ അടി ആക്ഷൻസ് ആണെന്നൊക്കെ അന്ന് പറഞ്ഞേക്കണം. മറ്റേ ഇപ്പോൾ പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കണം, അടി ഇരിക്കുമ്പോൾ ഒറിജിനലായിട്ടാണ്. ആ കരിങ്കൽ മടകളിലൊക്കെ ലാല് ഡൂപ്പില്ലാതെ അഭിനയിച്ച് വീണ് ശരീരം മുറിഞ്ഞ് രക്തം വാർന്ന് അങ്ങനെയൊക്കെയാണ് സിനിമ. അത് ഞാൻ ഒരിക്കൽ ഭദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ഡൂപ്പ് വേണോ ഡൂപ്പ് വേണ്ട, ശരിക്കും എന്നെ ഞെട്ടിച്ച് കളഞ്ഞൊരു ഒരു നടനാണ് ലാല്.